എല്ലാവർക്കും അംബിക സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വേറെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക്, അതായത് എല്ലാവർക്കും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട, എല്ലാവർക്കും അറിയില്ല, ചിലർക്ക് അറിയാൻ പാടില്ലായിരിക്കാം. എന്നാൽ ഈ ഡിസൈൻ ഇപ്പം ഞാനിവിടെ സ്ലീവൊക്കെ റണ്ണിങ് മെറ്റീരിയൽ കട്ട് ചെയ്യണ വീഡിയോ ഒക്കെ മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ മുകളിലോട്ടാണ്. കണ്ടോ, ഈ പൂക്കൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗം വരുമ്പോൾ ഡിസൈൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കും, ഇവിടേക്ക് താഴേക്കായിരിക്കും. ഇവിടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്താ വെച്ചാൽ ഇതുപോലെ നമ്മൾ ഞാൻ ഈ സ്ലീവിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ ഇവിടെ ഈ ഫോൾഡിങ് ഭാഗത്ത് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ, അങ്ങനെ കട്ട് ചെയ്ത് തിരിച്ചു വെച്ചില്ലെങ്കിൽ ഈ പൂവ് ഫ്രണ്ട് ഭാഗം ഇതുപോലെ നല്ല ഭംഗിയിലിരിക്കും, ബാക്കിലെ പൂവ് താഴേക്ക് തിരിഞ്ഞിരിക്കും. അങ്ങനെ ഒരേ ലെവലിൽ വരാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ കട്ട് ചെയ്യാം. ഫോൾഡിങ് ഭാഗത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് വേണം, താഴെയുള്ള പീസിനെ, ഈ പീസ് മുകളിലെ പീസ് ഇങ്ങനെ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. കണ്ടോ, ഈ ഭാഗമാണ്, ഈ പൂവാണ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ നേരെ തിരിച്ചു വയ്ക്കണം ഇങ്ങനെ. അപ്പം എന്തായി, ഈ പൂക്കളും ഇതുപോലെ തന്നെ ഒരേ ലെവലിൽ വന്നു, രണ്ട് പൂക്കളും ഒരേ ലെവലിൽ വന്നു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ മെറ്റീരിയലിനെ ഒന്ന് പഠിക്കണം, പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് ഡിസൈനൊക്കെ എങ്ങനെയാണ് അത് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മൾ കണ്ടോ, ഇതിപ്പോൾ ഇനി വെച്ചില്ലേ, ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ അതിൻ്റെ ലൈനിങ് ഒക്കെ കട്ട് ചെയ്ത് കറക്റ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് വേണം, താഴത്തുനിന്ന് നമ്മുടെ ഇത് ഇവിടെ നിന്ന് അളക്കണം. നമ്മൾ താഴെ ഭാഗത്തുനിന്ന് അളന്ന് നമ്മളുടെ കറക്റ്റ് ലെങ്ത്ത് നോക്കണം. അപ്പം ഞാൻ ഈ ഫുൾ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് എടുക്കുന്നുണ്ട്, ഞാൻ ഈ എല്ലാ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം, കറക്റ്റ് ലെങ്ത്ത് നമ്മൾ നോക്കിയിട്ട് ആ ലെങ്ത്തിലേക്ക് നമ്മൾ ഇത് ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്, ലൈനിങ് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ, ലൈനിങ് ഇങ്ങനെ വെച്ചു. ലൈനിങ് എപ്പോഴും മുകളിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കണം. മെറ്റീരിയൽ നമുക്ക് എപ്പോഴും കൂടുതൽ വേണം, നമുക്ക് ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, കറക്റ്റ് നമുക്ക് മെറ്റീരിയലിൻ്റെ അളവിന്, ഈ ലൈനിങ് ആണ് കറക്റ്റ് അളവിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കറക്റ്റ് നമ്മൾ ലൈനിങ്ങിൻ്റെ അളവിനെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് റിഗാൾ ഭാഗമൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി അതിനുശേഷം എന്ത് വേണം, നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഓരോ കട്ട് മാർക്ക് ഇട്ട് കൊടുക്കണം. അത് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്.